നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈയൊരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് LICയുടെ ടേം പ്ലാനിനെ കുറിച്ചാണ്. അതെ. എന്താണ് ഈ ടേം ഇൻഷുറൻസ്? പിന്നെ എന്തിനാണ് ചെറുപ്പക്കാർ, ഫാമിലിയൊക്കെ ഉള്ളവർ ഇത് എടുക്കണം എന്ന് പറയുന്നത്? LICയുടെ ഈ പ്ലാൻ എങ്ങനെയാണ് ഒരു സാമ്പത്തിക സുരക്ഷ നൽകുന്നത്? ഇതൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം, അല്ലേ? തീർച്ചയായും. ഈ ഇൻഷുറൻസ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും എന്താ പറയാ, ഒരു പേടിയാണ്, അല്ലെങ്കിൽ ഒരു സങ്കീർണമായ വിഷയമാണ് എന്നൊക്കെ തോന്നും. ശരിയാണ്. എന്നാൽ നമ്മളിന്ന് സംസാരിക്കുന്ന ഈ ടേം ഇൻഷുറൻസ് ഉണ്ടല്ലോ, അത് വളരെ ലളിതമാണ്, പിന്നെ വളരെ അത്യാവശ്യവുമാണ്. പേര് പോലെ തന്നെ യുവാക്കൾക്ക് വേണ്ടിയുള്ളതാണ്. ഇത് പ്രധാനമായിട്ടും ഓർക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ല, പൈസ വളർത്താനുള്ളതല്ല. നമ്മുടെ അഭാവത്തിൽ, നമ്മളില്ലാത്തൊരവസ്ഥ വന്നാൽ കുടുംബത്തിനൊരു സാമ്പത്തിക സഹായം, അതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പൊ നമുക്ക് ആദ്യം തൊട്ടേ തുടങ്ങാം. ഈ ടേം പ്ലാൻ എന്താണ് സംഭവം? ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ പറയാം? ടേം പ്ലാൻ എന്ന് വെച്ചാൽ അത് പ്യുവർ ലൈഫ് ഇൻഷുറൻസ് ആണ്. ശുദ്ധമായ ഇൻഷുറൻസ്. ശുദ്ധമായത്? അതെ. അതായത് അതിൽ വേറെ നിക്ഷേപം കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊരു പോളിസി എടുക്കുന്നു, ആ പോളിസിയുടെ കാലാവധിക്കുള്ളിൽ പോളിസി എടുത്ത ആള് മരിച്ചുപോയാൽ നോമിനിക്ക്, അതായത് ആശ്രിതർക്ക്, നേരത്തെ പറഞ്ഞുറപ്പിച്ചൊരു തുക കിട്ടും. സം അഷ്വേർഡ് എന്ന് പറയാം. സം അഷ്വേർഡ്. അതെ. ഇനി കാലാവധി കഴിയുമ്പോൾ ജീവനോടെ ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ പൈസയൊന്നും തിരിച്ചു കിട്ടില്ല. അപ്പൊ മെച്യൂരിറ്റി ബെനിഫിറ്റ് ഇല്ല. ഇതിന്റെ ലക്ഷ്യം അതല്ല. ലക്ഷ്യം ചെറിയ പ്രീമിയം പക്ഷെ വലിയൊരു കവറേജ്, അതാണ്. അപ്പോ ചെറിയ പൈസയ്ക്ക് വലിയ സംരക്ഷണം. ഈ LIC യുവ ടേം പ്ലാൻ ഇതാർക്കാണ് ഏറ്റവും കറക്റ്റായിട്ട് ചേരുന്നത്? പേര് തന്നെയുണ്ട്, യുവ, അല്ലേ? അതെ. പ്രധാനമായും യുവാക്കൾക്ക്. പ്രായം? ഒരു 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർക്കാണിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 18 തൊട്ട് 45 വരെ. അതെ. കുറഞ്ഞ പ്രീമിയത്തിൽ ഒരു വലിയ സം അഷ്വേർഡ്, അതായത് വലിയൊരു പരിരക്ഷ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മിനിമം സം അഷ്വേർഡ് തന്നെ 50 ലക്ഷമാണിതിൽ. 50 ലക്ഷം? അതെ. അപ്പോ നമ്മളില്ലെങ്കിലും കുടുംബത്തിന്റെ കാര്യങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ, അതൊന്നും മുടങ്ങിപ്പോകരുത്. അതിനൊരു സപ്പോർട്ടാണ് ഈ പ്ലാൻ. അപ്പൊ നമ്മൾ നേരത്തെ എടുക്കുന്നതിന്റെ ഒരു പ്രാധാന്യം അതാണല്ലേ? ഒരു വരുമാനം കിട്ടിത്തുടങ്ങുന്ന ഒരാള്, ഒരു ചെറുപ്പക്കാരൻ എന്തിനാണ് ഒരു ടേം പ്ലാൻ എടുക്കണോന്ന് പറയുന്നത്? അതെ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പലരും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, വിചാരിക്കും, ഇൻഷുറൻസ് ഒക്കെ പിന്നെ എടുക്കാം, അല്ലെങ്കിൽ ഇതൊരു വെറും ചെലവല്ലേ. അതെ, അങ്ങനെ ഒരു തോന്നലുണ്ട്. പക്ഷേ ഇത് ചെലവായിട്ടല്ല കാണേണ്ടത്. ഇതൊരു ഉത്തരവാദിത്തമാണ്, ഒരു കരുതൽ. നമ്മളെ ആശ്രയിച്ച് ഒരു കുടുംബമുണ്ടെങ്കിൽ, നമ്മൾ പെട്ടെന്നില്ലാതായാൽ അവർക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ട് വരരുത്. കുട്ടികളുടെ പഠിപ്പ്, വീട്ടിലോണ്. അതെ, വീട്ടിലോണ്, വണ്ടിയുടെ ലോണ്, പിന്നെ നിത്യേനയുള്ള ചെലവുകൾ, ഇതൊന്നും മുടങ്ങാൻ പാടില്ല. ആ ഒരു സമയത്ത് ഈ ഇൻഷുറൻസ് തുക വലിയൊരു ആശ്വാസമാവും. ഇതൊന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ ഒരു ഉദാഹരണം വെച്ച് പറയാമോ? പറയാലോ. നമ്മള് ഇപ്പൊ ഒരു ബൈക്ക് ഓടിക്കാൻ പോവുകയാണെന്ന് വെക്കുക. ഹെൽമെറ്റ് വെക്കില്ലേ? വെക്കും. എന്തിനാ വെക്കുന്നേ? അപകടം ഉറപ്പായിട്ടും ഉണ്ടാവുമെന്നോർത്താണോ? അല്ലല്ലോ. അല്ല. ഒരു പക്ഷേ ഒരു അപകടം പറ്റിയാൽ തലയ്ക്ക് വലിയ പരിക്ക് പറ്റാതിരിക്കാൻ ഒരു മുൻകരുതൽ, ഒരു സേഫ്റ്റി, അല്ലേ? അതെ. ഏതാണ്ട് അതുപോലെയാണ് ടേം ഇൻഷുറൻസും. ജീവിതത്തിൽ എപ്പോ വേണമെങ്കിലും ഒരു സാമ്പത്തികമായ ആക്സിഡന്റ് വരാം. ശരിയാണ്. അതിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കുന്ന ഒരു സാമ്പത്തിക ഹെൽമെറ്റ്, അതാണ് ടേം ഇൻഷുറൻസ്. കൊള്ളാം. സാമ്പത്തിക ഹെൽമെറ്റ്, അത് നല്ല പ്രയോഗമാണ്. അപ്പോ ഒരു ചെറിയ പ്രീമിയം കൊടുത്ത് വലിയൊരു സേഫ്റ്റി വാങ്ങുന്നു. അതെ, അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. ചിലപ്പോ നമ്മള് ഒരു മാസം ഒരു പിസ കഴിക്കുന്ന പൈസ, അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന പൈസ, അത്രയൊക്കെ ചിലപ്പോ ഇതിന്റെ പ്രീമിയം വരൂ. പക്ഷേ ആ ചെറിയ എമൗണ്ട് കൊണ്ട് 1 കോടി രൂപയുടെയോ അതിലധികമോ ഒരു സാമ്പത്തിക സുരക്ഷയാണ് കുടുംബത്തിന് കിട്ടുന്നത്. ഇത് വെറും പൈസ പോക്കറ്റിൽ നിന്ന് പോകുന്നതല്ല, നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള ഒരു സ്നേഹം, ഒരു കരുതൽ, അതാണ്. ശരിയാണ്. ഇനി ഈ യുവ ടേം പ്ലാനിന്റെ ഫീച്ചേഴ്സിലേക്ക് വരാം. ഇതിലെ കവറേജ്, അതായത് സം അഷ്വേർഡ്, അതിലെന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ തിരഞ്ഞെടുക്കാന്? ഉണ്ട്. 2 പ്രധാന ഓപ്ഷൻസാണ് ഇതിലുള്ളത്. ഒന്ന് ലെവൽ സം അഷ്വേർഡ്. ലെവൽ എന്ന് പറഞ്ഞാൽ പോളിസി തുടങ്ങുമ്പോൾ എത്ര രൂപയുടെ കവറേജാണോ നമ്മൾ എടുത്തത്, അതേ തുക പോളിസി തീരുന്നതുവരെ ഉണ്ടാകും, മാറ്റമൊന്നും വരില്ല. ഫിക്സ്ഡ്. അതെ, ഫിക്സ്ഡ്. രണ്ടാമത്തേത് ഇൻക്രീസിംഗ് സം അഷ്വേർഡ്. ഇൻക്രീസിംഗ് കൂടുമെന്നാണോ? അതെ, കൂടും. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ആദ്യത്തെ 5 വർഷം നമ്മളെടുത്ത ബേസിക് സം അഷ്വേർഡ് ആയിരിക്കും. ശരി. എന്നാൽ 6ാമത്തെ വർഷം മുതൽ 15ാമത്തെ വർഷം വരെ എല്ലാ വർഷവും ഈ ബേസിക് സം അഷ്വേർഡിന്റെ 10% വെച്ച് കൂടിക്കൊണ്ടിരിക്കും. 10% വെച്ച് കൂടും? അതെ, 10 വർഷത്തേക്ക് കൂടും. അപ്പോൾ 15ാം വർഷമാവുമ്പോഴേക്കും എന്താവും? തുടങ്ങിയതിനേക്കാൾ ഇരട്ടിയാവും സം അഷ്വേർഡ്. ഡബിൾ ആവും. പിന്നെ 16ാം വർഷം മുതൽ കാലാവധി തീരുന്നതുവരെ
ഈ കൂടിയ തുക, ആ ഇരട്ടി തുക കവറേജായിട്ട് തുടരും. ഈ ഇൻക്രീസിംഗ് ഓപ്ഷൻ അത് എന്തിനായിരിക്കും ഉപകാരപ്പെടുക? ഒരുപക്ഷേ ഈ പണപ്പെരുപ്പം, വിലക്കയറ്റം അതിനെയൊക്കെ നേരിടാനാണോ? അതെ, തീർച്ചയായും. ആ രീതിയിൽ ചിന്തിക്കാം. കാലം കഴിയും തോറും നമ്മുടെ ചെലവുകൾ കൂടുമല്ലോ, പൈസയുടെ വില കുറയും. ശരിയാണ്. അപ്പൊ കവറേജും അതിനനുസരിച്ച് കൂടിയാൽ അത് കുടുംബത്തിന് കൂടുതൽ നല്ലതല്ലേ? അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ഇൻക്രീസിംഗ് ഓപ്ഷൻ നോക്കാം. അത് ഓരോരുത്തരുടെ ആവശ്യം പോലെ. ശരി. ഇനി പ്രീമിയം അടയ്ക്കുന്ന കാര്യത്തിലോ? പോളിസി എത്ര കാലത്തേക്ക് എടുക്കാമെന്നതിലോ വല്ല സൗകര്യങ്ങളുണ്ടോ? ഉണ്ട്. പ്രീമിയം അടയ്ക്കാൻ നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. വേണമെങ്കിൽ ഒറ്റയടിക്ക് മുഴുവൻ പ്രീമിയം ആദ്യം തന്നെ അടച്ചു തീർക്കാം. അതിനെ സിംഗിൾ പ്രീമിയം എന്ന് പറയും. ഓക്കെ, സിംഗിൾ. അതല്ലെങ്കിൽ ഒരു നിശ്ചിത വർഷത്തേക്ക് മാത്രം അടച്ചാൽ മതി. ഇപ്പോ പോളിസി 30 വർഷത്തേക്കാണെങ്കിലും പ്രീമിയം ചിലപ്പോൾ ഒരു 10-15 വർഷം അടച്ചാൽ മതി. അതാണ് ലിമിറ്റഡ് പ്രീമിയം. ലിമിറ്റഡ്. പിന്നെ സാധാരണ രീതി റെഗുലർ പ്രീമിയം. പോളിസി എത്ര വർഷമാണോ അത്രയും വർഷം അടയ്ക്കുക. ഓക്കെ. പോളിസി ടേം, അതായത് കാലാവധി, ഒരു 15 വർഷം മുതൽ 40 വർഷം വരെ നമുക്ക് തിരഞ്ഞെടുക്കാം. അതെ, 15 തൊട്ട് 40 വരെ. അതെ. പിന്നെ പ്രീമിയം കൊല്ലത്തിലൊരിക്കലോ വാർഷികം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ അർദ്ധവാർഷികം അടയ്ക്കാനുള്ള സൗകര്യവുമുണ്ട്. കൊള്ളാം. ഇനി ഈ പ്ലാനിന്റെ വേറെന്തൊക്കെയാണ് പ്രധാന ആകർഷണങ്ങൾ, മെയിൻ ഫീച്ചേഴ്സ്? പറയാം. പ്രധാനമായിട്ടും ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറഞ്ഞ പ്രീമിയത്തിൽ വലിയ കവറേജ്, മിനിമം 50 ലക്ഷം. അതെ. 2, ആ ഇൻക്രീസിംഗ് സം അഷ്വേർഡ് ഓപ്ഷൻ. 3, പ്രീമിയം അടയ്ക്കാനുള്ള ഈ പല രീതികൾ, സിംഗിൾ, ലിമിറ്റഡ്, റെഗുലർ. ശരി. 4, പ്രീമിയത്തിൽ കിട്ടുന്ന ചില ഇളവുകൾ, ഡിസ്കൗണ്ടുകൾ. ഓ, എങ്ങനത്തെ? പുകവലിക്കാത്ത ആളാണെങ്കിൽ നോൺ സ്മോക്കർ, പ്രീമിയം കുറവായിരിക്കും. അത് നല്ലതാണ്. പിന്നെ സ്ത്രീകൾക്ക് പ്രത്യേക റേറ്റുണ്ട്. അതുപോലെ നമ്മൾ വലിയ സം അഷ്വേർഡ് എടുക്കുമ്പോൾ, കൂടുതൽ കവറേജ് എടുക്കുമ്പോൾ പ്രീമിയത്തിൽ ചെറിയൊരു റിബേറ്റും കിട്ടും, കിഴിവ്. ഓക്കെ. 5-മത്തെ ഒരു കാര്യം, ഈ ഡെത്ത് ബെനിഫിറ്റ്, അതായത് മരണം സംഭവിച്ചാൽ കിട്ടുന്ന തുക. അതെ, ചില കുടുംബങ്ങൾക്കത് കൂടുതൽ സഹായകമായേക്കാം. ടാക്സ് ബെനിഫിറ്റ്സോ? ഉണ്ട്. നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിന് സെക്ഷൻ 80C പ്രകാരവും നോമിനിക്ക് കിട്ടുന്ന തുകയ്ക്ക് സെക്ഷൻ 1010D പ്രകാരവും ഇപ്പോഴത്തെ ഇൻകം ടാക്സ് നിയമങ്ങളനുസരിച്ച് ടാക്സ് ഇളവുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ. റൈഡറുകൾ എന്ന് കേട്ടിട്ടുണ്ട്. അതെന്താണ്? ഇതിലങ്ങനെ എന്തെങ്കിലും ചേർക്കാൻ പറ്റുമോ? പറ്റും. റൈഡറുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബേസിക് പോളിസിയുടെ കൂടെ കുറച്ചുകൂടി പ്രീമിയം അടച്ചാൽ അധിക പരിരക്ഷകൾ കിട്ടും. ഉദാഹരണത്തിന് ആക്സിഡന്റൽ ഡെത്ത് ബെനിഫിറ്റ് റൈഡർ. അപകടം മൂലം മരണം സംഭവിച്ചാൽ ഈ സം അഷ്വേർഡിന് പുറമെ ഒരു അധിക തുക കൂടി കിട്ടും. ഓക്കെ, ശരി. അപ്പോ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ്. ഇതൊന്ന് ഒരു സാധാരണക്കാരന് എങ്ങനെയാണ് ബാധകമാവുന്നതെന്ന് ഒരു എക്സാമ്പിൾ വെച്ച് പറയാമോ? എത്ര പ്രീമിയം വരും എന്നൊക്കെ നോക്കാം. ഇപ്പോ ഒരു 30 വയസ്സുള്ള ഒരാള്, പുകവലിക്കാത്ത ആളാണ്, പുരുഷൻ. ഓക്കെ. ഒരു 20 വർഷത്തെ കാലാവധിക്ക് ഈ യുവ ടേം പ്ലാൻ എടുക്കുന്നു. അദ്ദേഹം 1 കോടി രൂപയുടെ കവറേജാണ് എടുക്കുന്നത്. ലെവൽ സം അഷ്യൂർഡ് ആണെന്ന് വെക്കുക. അതായത് കവറേജ് കൂടുന്നില്ല, 1 കോടി തന്നെ. ശരി, 1 കോടി 20 വർഷം 30 വയസ്സ്. അതെ. നമുക്ക് കിട്ടിയ ആ ലീഫ്ലെറ്റിലെ കണക്ക് ഒരു സൂചനയായി എടുത്താൽ 50 ലക്ഷത്തിന് ഏകദേശം 5950 രൂപയാണ് വാർഷിക പ്രീമിയം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 കോടിക്ക് ഏകദേശം ഇരട്ടി വരും അല്ലേ? ഒരു 11,900 രൂപ. ഓക്കെ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉയർന്ന സം അഷ്വേർഡിന് റിബേറ്റ് കിട്ടുമെന്ന്. കിഴിവ്. അതെ. 30 വയസ്സുള്ള ഒരാൾക്ക് 1 കോടിക്ക് ഏകദേശം 18% വരെ റിബേറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. 18%? അതെ. അപ്പോ ആ 11,900-ൽ നിന്നൊരു 18% കുറച്ചാൽ ഏകദേശം ഒരു 9,800 രൂപയ്ക്കും 10,000 രൂപയ്ക്കും ഇടയിലാവും വാർഷിക പ്രീമിയം വരുന്നത്. കൊല്ലത്തിൽ 10,000 രൂപയിൽ താഴെ? അതെ. അതായത് മാസക്കണക്ക് നോക്കിയാലേ ഏകദേശം ഒരു 820 രൂപ, 830 രൂപ അത്രേ വരുന്നുള്ളൂ. മാസം 800 രൂപ റേഞ്ചിൽ 1 കോടിയുടെ കവറേജ്. ഇത് കൊള്ളാമല്ലോ. അതാണ് ഇതിന്റെ ഒരു ഗുണം. അപ്പോ ഈ ഉദാഹരണത്തിലെ ആള് 20 വർഷം കഴിഞ്ഞു, ജീവനോടെയുണ്ട്. അപ്പോ എന്തു കിട്ടും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പ്യുവർ ടേം പ്ലാനാണ്. അതുകൊണ്ട് കാലാവധി കഴിയുമ്പോൾ പോളിസി എടുത്ത ആൾക്ക് പൈസയൊന്നും തിരിച്ചു കിട്ടില്ല, മെച്ചൂരിറ്റി ബെനിഫിറ്റ് ഇല്ല. ഓക്കെ, അത് ഓർക്കണം. അത് പ്രത്യേകം ഓർക്കണം. ഇതിന്റെ ലക്ഷ്യം സംരക്ഷണം മാത്രമാണ്. എന്നാൽ ഈ 20 വർഷത്തിനുള്ളിൽ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാലോ? അവിടെയാണ് ഈ പ്ലാനിന്റെ പ്രസക്തി. അങ്ങനെ സംഭവിച്ചാൽ അദ്ദേഹത്തിന്റെ നോമിനിക്ക്, കുടുംബത്തിന് ആ 1 കോടി രൂപ ഉടനടി കിട്ടും. 1 കോടി രൂപ? അതെ. ആ തുക കൊണ്ട് അവർക്കൊരുപക്ഷേ ഉണ്ടായിരുന്ന കടങ്ങൾ വീട്ടാം, കുട്ടികളുടെ പഠിപ്പ് മുടങ്ങാതെ നോക്കാം, ജീവിച്ചു പോകാനുള്ളൊരു വഴി, ഒരു താങ്ങാകും ആ തുക. ശരിയാണ്. കുടുംബം പെട്ടെന്നൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകാതെ നോക്കാം. അതെ. തീർച്ചയായും ഈ പറഞ്ഞ കണക്കുകളൊക്കെ ഒരു ഉദാഹരണം മാത്രമാണ്.
ഓരോരുത്തരുടെയും പ്രായം, ആരോഗ്യം, എടുക്കുന്ന കവറേജ്, കാലാവധി ഇതൊക്കെ അനുസരിച്ച് പ്രീമിയത്തിൽ മാറ്റം വരും. അതെ അതെ. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീമിയം എത്ര വരുമെന്നറിയാനും കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനും ഒരു LIC സർട്ടിഫൈഡ് അഡ്വൈസറെ 9846189371 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നല്ലതാണ്. കൃത്യമായ വിവരം കിട്ടും. ഇനി വേറൊരു കാര്യത്തിലേക്ക് വരാം. പലരും ചോദിക്കുന്നതാണ് ഈ ഇൻഷുറൻസും ബാങ്കിലെ FD പോലുള്ള നിക്ഷേപങ്ങളും ഇത് തമ്മിൽ എപ്പോഴും ഒരു താരതമ്യം വരാറുണ്ടല്ലോ. ഉണ്ട്. എന്താണ് ശരിക്കും ഇതിലെ വ്യത്യാസം? എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു സംശയമാണ്. പ്രധാന വ്യത്യാസം അത് അവയുടെ ലക്ഷ്യത്തിലാണ്. ലക്ഷ്യം? അതെ. ടേം പ്ലാന്റെ ലക്ഷ്യം എന്താണ്? പ്രൊട്ടക്ഷൻ, സംരക്ഷണം. ഓക്കെ. നമ്മളില്ലെങ്കിൽ കുടുംബത്തിന് ഒരു വലിയ തുക കിട്ടണം, അതാണ് ടേം പ്ലാൻ. പക്ഷെ ബാങ്ക് FDയോ മ്യൂച്വൽ ഫണ്ടോ അതിൻ്റെയൊക്കെ ലക്ഷ്യമെന്താ? റിട്ടേൺസ്, നിക്ഷേപം വളർത്തുക, പൈസയുണ്ടാക്കുക. അതെ. ഇപ്പം നമ്മൾ മാസം 1000 രൂപ വെച്ച് FD ഇടുന്നു. ഒരു കൊല്ലം കഴിഞ്ഞാൽ 12,000 രൂപയും അതിൻ്റെ ചെറിയ പലിശയും കിട്ടും. ശരിയാണ്. അത് നല്ലതാണ്, സേവിങ്സ് ആണ്. പക്ഷെ ആ സമയത്ത് നമുക്കെന്തെങ്കിലും സംഭവിച്ചാൽ ആ FDക്ക് 1 കോടി രൂപ കുടുംബത്തിന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. ഇല്ല. പക്ഷെ മാസം ഒരു 800 to 1000 രൂപ ടേം പ്ലാനിൽ അടച്ചാൽ ആ 1 കോടിയുടെ സംരക്ഷണം കിട്ടും. അതാണ് വ്യത്യാസം. അപ്പൊ രണ്ടും രണ്ടാണ്, രണ്ടും വേണം. അതെ, രണ്ടും വേണം. സാമ്പത്തിക ആസൂത്രണത്തിൽ രണ്ടിനും അതിൻ്റെതായ സ്ഥാനമുണ്ട്. സംരക്ഷിക്കാൻ ടേം പ്ലാൻ, സമ്പാദ്യം വളർത്താൻ FD, മ്യൂച്വൽ ഫണ്ട് പോലുള്ളവ. ഓക്കെ. പിന്നൊരു കാര്യം കൂടി, ടേം പ്ലാൻ എപ്പോഴും എത്ര നേരത്തെ എടുക്കുന്നോ അത്രയും നല്ലതാണ്. എന്തുകൊണ്ട്? കാരണം ചെറുപ്പത്തിൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കുറവായിരിക്കും, റിസ്ക്കും കുറവാണ്. അപ്പോൾ കമ്പനി കുറഞ്ഞ പ്രീമിയത്തിൽ പോളിസി തരും. ആ കുറഞ്ഞ പ്രീമിയം പിന്നെ ജീവിതകാലം മുഴുവൻ പോളിസി ടേമിൽ അത് തന്നെയായിരിക്കും. റെഗുലർ പ്രീമിയം ആണെങ്കിൽ പ്രായം കൂടുന്തോറും പ്രീമിയം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നേരത്തെ എടുത്ത് ലോക്ക് ചെയ്യുന്നതാണ് ലാഭം. അതെ, അതാണ് ബുദ്ധി. നമ്മളിപ്പോ ടേം പ്ലാനിന്റെ ഗുണങ്ങളെക്കുറിച്ചും യുവ ടേം പ്ലാനിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞു. ഇനി ഒരാളിത് എടുത്തില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം? ആ റിസ്കുകൾ എന്തൊക്കെയാണ്? അത് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളെ ആശ്രയിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ. ടേം ഇൻഷുറൻസ് എടുക്കാതിരിക്കുന്നത് ശരിക്കും ഒരു റിസ്ക് എടുക്കലാണ്. എങ്ങനെ? ഒന്നാമതായിട്ട്, ആ കുടുംബത്തിലെ വരുമാനമുണ്ടാക്കുന്ന ആൾ പെട്ടെന്ന് ഇല്ലാതായാൽ ആ കുടുംബം സാമ്പത്തികമായിട്ട് ആകെ തകർന്നു പോകും. ചിലപ്പോൾ ദൈനംദിന ചെലവിന് പോലും പൈസയില്ലാതാവും. ശരിയാണ്. രണ്ടാമത്, കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുടെ കല്യാണം, അങ്ങനത്തെ വലിയ സ്വപ്നങ്ങളൊക്കെ അതൊക്കെ ചിലപ്പോൾ പാതി വഴിയിൽ നിന്നേക്കാം. ഓഹ്. മൂന്നാമത്, വലിയ കടങ്ങൾ, വീട് വെക്കാനെടുത്ത ലോണ്, വണ്ടി ലോണ്, അതൊക്കെ ആര് തിരിച്ചടയ്ക്കും? കുടുംബത്തിന് അതൊരു വലിയ ഭാരമാവും. ചിലപ്പോൾ വീട് വരെ നഷ്ടപ്പെട്ടെന്ന് വരാം. ഭയാനകമാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രായം കൂടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നതിന് ശേഷം പോളിസി എടുക്കാൻ ചെന്നാൽ ഒന്നുകിൽ പ്രീമിയം ഭയങ്കര കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ആരോഗ്യം മോശമാണെന്ന് പറഞ്ഞ് കമ്പനി പോളിസി തരില്ല, റിജക്റ്റ് ചെയ്യാം. ശരിയാണ്. അപ്പോൾ ടേം ഇൻഷുറൻസ് ഇല്ലാത്തൊരവസ്ഥ വന്നാൽ കുടുംബത്തിന് ആകെയുള്ള ആശ്രയം ഒന്നുകിൽ കയ്യിലുള്ള കുറച്ച് സേവിങ്സ് അല്ലെങ്കിൽ കടം വാങ്ങുക. ഇത് രണ്ടും അത്ര ഉറപ്പുള്ള കാര്യങ്ങളല്ല. തീർച്ചയായും. ഇനി അവസാനമായിട്ട് LICയെക്കുറിച്ച് ചോദിക്കട്ടെ. എന്തുകൊണ്ടാണ് ഇൻഷുറൻസ് എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് പേര് LICയിലേക്ക് പോകുന്നത്? എന്താണ് ആ ഒരു വിശ്വാസ്യതയ്ക്ക് കാരണം? LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അത് നമ്മുടെ രാജ്യത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ളൊരു സ്ഥാപനമാണ്. 1956 പാർലമെന്റ് പാസാക്കിയ നിയമം വഴിയാണത് തുടങ്ങിയത്. ഓക്കേ. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ളൊരു സ്ഥാപനമെന്ന നിലയിൽ ആളുകൾക്കൊരു പ്രത്യേക വിശ്വാസമുണ്ട്, ഒരു ഗ്യാരണ്ടി ഫീൽ ചെയ്യും. ശരിയാണ്, സർക്കാർ സ്ഥാപനമല്ലേ? അതെ. പിന്നെ രാജ്യത്ത് എല്ലായിടത്തും ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. പിന്നെ അവരുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ, അതായത് വരുന്ന ക്ലെയിമുകൾ എത്രത്തോളം കൊടുത്തു തീർക്കുന്നു എന്ന കണക്ക്, അതും വളരെ ഉയർന്നതാണ്. ഇതെല്ലാം ആ വിശ്വാസം കൂട്ടുന്നു. അപ്പോ ഈ ടേം പ്ലാനിനും ഈ വിശ്വാസ്യത ബാധകമാണോ? തീർച്ചയായും. എല്ലാ പോളിസികൾക്കും ഈ ഒരു വിശ്വാസ്യതയുടെ പിൻബലമുണ്ട്. ചിലപ്പോ ചില പ്രൈവറ്റ് കമ്പനികൾ കുറച്ചുകൂടി കുറഞ്ഞ പ്രീമിയം ഓഫർ ചെയ്തേക്കാമെന്ന് കേൾക്കാറുണ്ട്. ഉണ്ടാവാം. പ്രീമിയം മാത്രം നോക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടേക്കാം. പക്ഷേ പലരും ചിന്തിക്കുന്നത് ഒരു ക്ലെയിം വരുമ്പോൾ, അതായത് കുടുംബത്തിന് പൈസ ഏറ്റവും അത്യാവശ്യമുള്ള ആ സമയത്ത് അത് കൃത്യമായിട്ട് കിട്ടുമോ എന്നുള്ളതാണ്. അതാണ് പ്രധാനം. അതെ. ആ ഒരു കാര്യത്തിൽ LICക്ക് ഒരുപാട് വർഷത്തെ ട്രാക്ക് റെക്കോർഡുണ്ട്. ആ ഒരു ഉറപ്പാണ് പലരും നോക്കുന്നത്. ഒരുപക്ഷെ ചെറിയൊരു പ്രീമിയം വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഈ വിശ്വാസ്യതയ്ക്ക് ഒരു വില കൊടുക്കുന്നുണ്ട് ആളുകൾ. ശരിയാണ്. അപ്പോ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, LIC ടേം പ്ലാൻ ഇത് ചെറുപ്പക്കാർക്ക് സ്വന്തം കുടുംബത്തിന്റെ ഭാവി സാമ്പത്തികമായിട്ട് സുരക്ഷിതമാക്കാൻ വളരെ എളുപ്പമുള്ള, താങ്ങാവുന്ന വിലയിലുള്ള ഒരു മാർഗമാണ്. അതെ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സാമ്പത്തിക ഹെൽമെറ്റ് അതെല്ലാവരും വെക്കേണ്ട ഒന്നാണ്. കൃത്യമായി പറഞ്ഞു.
ഇതൊരു പോളിസി എന്നതിനേക്കാൾ നമ്മളില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിന് ജീവിക്കാൻ, മുന്നോട്ടു പോകാൻ നമ്മൾ നൽകുന്ന ഒരു കരുതൽ അതാണ്. ടേം ഇൻഷുറൻസിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തീർച്ചയായും പരിഗണിക്കാവുന്ന ഒരു നല്ല ഓപ്ഷനാണ് LICയുടെ യുവ ടേം പ്ലാൻ. ലളിതമാണ്, വിശ്വസിക്കാം. തീർച്ചയായും ഇന്നത്തെ ഈ ഒരു വിശകലനം എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഓർക്കുക, നിങ്ങളുടെ സ്വന്തം ആവശ്യം എന്താണ്, നിങ്ങളുടെ സാഹചര്യം എന്താണെന്നൊക്കെ നോക്കിയിട്ട് വേണം ഒരു പ്ലാൻ തിരഞ്ഞെടുക്കാൻ. അതെ. അതിന് ഒരു വിദഗ്ധന്റെ അഭിപ്രായം തേടുന്നത് എപ്പോഴും നല്ലതാണ്. നിങ്ങൾക്ക് ഈ LIC യു ടേം പ്ലാനിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രീമിയം എത്ര വരും എന്നറിയണമെങ്കിൽ, എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് LIC സർട്ടിഫൈഡ് അഡ്വൈസറെ 9846189371 എന്ന നമ്പറിൽ വിളിച്ചു ചോദിക്കാവുന്നതാണ്. വിളിച്ചു നോക്കുന്നത് നല്ലതാണ്. അപ്പോ അടുത്ത തവണ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.